മമ്മൂട്ടിയെ പറ്റി ആദ്യമേ പഠിക്കുക. ഇയാൾ ഉണ്ടാകുന്നതിന് മുമ്പ് മമ്മൂട്ടി സിനിമയിൽ വന്നാണ്. അന്നത്തെ മെഗാ സ്റ്റാറുകളുടെ കൂടെ പുതിയ നടനായിട്ട് വന്ന് ഇന്നും നിറഞ്ഞു നിൽക്കുന്നു സ്ക്രീനിൽ. അപ്പോൾ ഈ പറയുന്ന കക്ഷിക്ക് ആദ്യമേ മമ്മൂട്ടി എന്താണെന്ന് പഠിക്കുക, മമ്മൂട്ടിയുടെ പ്രവർത്തനങ്ങൾ പഠിക്കുക, അതിനുശേഷം മാത്രം ഒരു വിശകലനം നടത്തുക. നമസ്കാരം. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കറങ്ങുന്നുണ്ട്. അതായത് ഒരു കക്ഷി ഇയാൾ പറയുന്നത് മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടി അദ്ദേഹം വളരെ മോശക്കാരനായിട്ടുള്ള ഒരാളാണെന്ന് അദ്ദേഹം പറയുന്നത്. അയാളെ കൊണ്ട് ഷർട്ട് ഉരിപ്പിച്ചു. ലൊക്കേഷനിൽ ഇയാൾക്ക് ഒരു അവസരം കിട്ടി, സിനിമയിൽ അഭിനയിക്കാനായിട്ടൊരു അവസരം കിട്ടി. അതിൽ മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് റോൾ, അതായത് മെയിൻ വില്ലനായിട്ട് അദ്ദേഹത്തിന് നേർക്ക് നേരെയുള്ള ഒരു ഷോട്ടാണ് ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞ ഡയലോഗിൽ എന്തോ അപാകത പറ്റിയപ്പോൾ മമ്മൂട്ടി അയാളെ തിരുത്തി നല്ല സ്വഭാവമാണെന്നൊക്കെയാണ് ആദ്യമേ പറഞ്ഞത്. അതിനുശേഷം ഇയാൾ പറയുന്നത് മമ്മൂട്ടി വളരെ മോശക്കാരനാണ്, മമ്മൂട്ടിക്കെതിരെ ആരും പ്രതികരിക്കത്തില്ല, അതുപോലെ തന്നെ ഷർട്ട് ഉരിച്ചു. ഇയാളുടെ ഷർട്ട് ഉരിച്ചെന്നാണോ അതോ വേറെ ആരുടെയും ഷർട്ട് ഉരിച്ചെന്നാണോ ഇയാൾ പറയുന്നത്? വേറെ ആരുടെയും ഷർട്ട് ഉരിച്ചെങ്കിൽ ഇയാൾ പറയേണ്ട ആവശ്യമില്ല, ഇയാളുടെ ഷർട്ടായിരിക്കും ഉരിച്ചത്. അപ്പോൾ ഒരാളെ കൊണ്ട് ലൊക്കേഷനിൽ ഷർട്ട് ഉരിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? ഞാൻ പറയണ്ടല്ലോ. ഇയാളുടെ ഇന്റർവ്യൂവിൽ ഇയാൾ പറയുന്നത്, പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഷർട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ പുള്ളി വിളിച്ചു കൊടുക്കും. നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുണ്ട്. ഒരു പക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളി രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കത് പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ പാവം എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ. അതായത് ഞാനൊരു ഇൻസിഡന്റ് ഈ അടുത്തിടയ്ക്ക് ഇയാൾ പറയുന്നത്, ഇയാള് മമ്മൂട്ടിയുടെ മുമ്പിൽ തലകുനിച്ച് നിന്നിരുന്നെങ്കിൽ അടുത്ത സിനിമയിൽ അയാൾക്ക് വേഷം കിട്ടിയിരുന്നത്. അപ്പം ഇയാൾക്ക് എന്തിനാ സിനിമയിൽ വേഷം കിട്ടിയിട്ട് അടുത്ത സിനിമയിലും ഇതുപോലെ പറയാനാണോ? ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ പൂട്ടിക്കെട്ടി. അതുപോലെ തന്നെ ഇയാൾ പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മലയാളത്തിൻ്റെ മമ്മൂട്ടി വളരെ മോശക്കാരനാണ്. ആരെയോ കാറിൽ കൊണ്ടുപോയി പകുതി ദൂരം ചെന്നപ്പോൾ ഇറക്കി വിട്ടു. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേന് തിരിച്ചു വന്ന് അയാളെ കളക്ട് ചെയ്തു. നമ്മളെ ആരെയെങ്കിലും അങ്ങനെ ഇറക്കി വിട്ടാണ് നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇയാൾ തുടരെ മമ്മൂട്ടിക്കെതിരായിട്ടാണ് പറയുന്നത്. എനിക്ക് ഇയാളെ അറിയത്തില്ല, ഈയിടെയാണ് ശ്രദ്ധിക്കാൻ. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മലയാളത്തിൻ്റെ പത്മശ്രീ മമ്മൂട്ടിയാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഈ നീണ്ട ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൻ്റെ മഹാനടനായി തുടരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും അത് നമ്മൾ പറയാതെ തന്നെ അറിയാവുന്നതാണ്. ഇത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നടനെ പറ്റി ഈ പറയുന്ന കക്ഷി, ഇയാളെ ആർക്കും അറിയത്തില്ല. കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. എനിക്ക് ഇയാളെ അറിയത്തില്ല, ഞാൻ ഇയാളെ എങ്ങും കണ്ടിട്ടില്ല. ആ കണ്ടത് ഈ കഴിഞ്ഞ ദിവസമാണ്. ഇയാൾ പറയണമെങ്കിൽ ഇയാൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്? ഞാൻ ഈ സിനിമാ നടന്മാരുടെ പുറകെ നടക്കുന്ന ആളല്ല. മമ്മൂട്ടിയാണേലും മോഹൻലാലാണേലും മറ്റ് പ്രമുഖ നടന്മാരുണ്ടല്ലോ. ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രമുഖ നടന്മാരുണ്ട്, വേൾഡ് സിനിമയിൽ നടന്മാരുണ്ട്. ഇവരുടെ ഒന്നും പുറകെ നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയെ പറ്റി, അദ്ദേഹത്തെ പറ്റി പഠിച്ച ശേഷം മാത്രം പറയുക. മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ സിനിമയിലെ പല വേഷപ്പകർച്ചകൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. മമ്മൂട്ടി എന്നുള്ള വാക്ക് തന്നെ കേൾക്കുമ്പോൾ പലർക്കും സ്നേഹമാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ഒത്തിരി ആളുകളെ സഹായിക്കുന്നുണ്ട്. നിരവധി കുട്ടികൾക്ക് പണം ഓരോ വർഷവും മാറ്റിവെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന്. അത് എത്ര വേണേലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കുമായിട്ട് വഴികാട്ടി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം മമ്മൂട്ടി ചെയ്യുന്നുണ്ട്.
ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എൻ്റെ ഒരു അറിവിൽ തന്നെ നിരവധി ആളുകളാണ് ഈ കെയർ ആൻഡ് ഷെയർ വഴി ഇന്ന് ജീവിച്ചു പോകുന്നത്. അത് ചികിത്സയ്ക്കായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ടും ഒക്കെ അദ്ദേഹം ഒരു തുക മാറ്റിവെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കിട്ടുന്നതിൻ്റെ ഒരു 75% അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കക്ഷി എന്തുദ്ദേശിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത്, അദ്ദേഹത്തിന്റെ രാത്രി കാലങ്ങളിൽ അദ്ദേഹം പുതിയ അറിവുകൾ സമ്പാദിക്കുകയാണ്, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ലോകത്തെ എന്ത് IT മേഖലയിൽ എന്ത് അപ്ഡേഷൻ വന്നാലും അദ്ദേഹത്തിന് അറിയാം. ഒരു പുതിയ ക്യാമറ ഇറങ്ങിയാൽ അദ്ദേഹത്തിന് അറിയാം ഏത് ക്യാമറയാണ്, ഏത് കമ്പനിയാണ്, അല്ലെങ്കിൽ ഏത് വേർഷൻ ആണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഈ പറയുന്ന കക്ഷിക്ക് ഇതുവല്ലോ അറിയാവുന്ന എനിക്ക് വളരെ സംശയമാണ്. ഇയാള് കുറെ മുടിയും വളർത്തി വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ വലിയ തരംഗമാകുമെന്നോ അല്ലെ ഫേമസ് ആകാനോ ആയിരിക്കാം. എനിക്കതൊരു പ്രശ്നമല്ല. മമ്മൂട്ടി എന്ന മഹാനടനെ അവഹേളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സൽപ്പേര് സമ്പാദിക്കാം. സൽപ്പേര് കിട്ടുമോ? ഒരാളെ അവഹേളിച്ചാൽ സൽപ്പേര് ലഭിക്കുമോ? നെഗറ്റീവ് ഇമേജ് ലഭിച്ച് ഫേമസ് ആകാനായിട്ടുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഒരു നടനാണെന്നൊക്കെ പറയുന്നു. ഒരു നടൻ ഇങ്ങനെ പറയാൻ പറ്റുമോ? തൻ്റെ ഏത് മേഖലയിലാണെങ്കിലും, അധ്യാപകനാണെങ്കിലും ഡോക്ടറാണെങ്കിലും നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ നമ്മളോട് പല കാര്യങ്ങളും, അത് അവരുടെ അറിവിൻ്റെയും പരിചയത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കും നമുക്ക് ഉപദേശങ്ങൾ തന്നെ. ആ ഉപദേശം തന്നാലേ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നിരവധി കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒത്തിരി പ്രവർത്തനങ്ങൾ, വഴികാട്ടി ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നടന്നിരുന്നു. ആ സ്കൂളിലെ ടീച്ചർ പറയുന്നത് നമുക്ക് നോക്കാം. പത്മശ്രീ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ഈ വർഷത്തെ പ്രധാന പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന വഴികാട്ടി, ലഹരി വിമുക്തിക്കായിട്ടുള്ള ഒരു വഴികാട്ടി എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ജെർഷെ മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗത്താനത്തെ കുട്ടികളും അധ്യാപകരും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയാണ്. അതിലേറെ സന്തോഷമുണ്ട്. കാരണം യുവാക്കളിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം, അതിന് എതിരെയുള്ള അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മുക്തിക്കായിട്ടുള്ള ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്നിവിടെ നടക്കുന്ന പോസ്റ്റർ മത്സരം, ഉപന്യാസ മത്സരം. ഇതെല്ലാം ഇതിന്റെ ഒരു ഇതിനെതിരെയുള്ള ഒരു അവയർനെസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തുന്ന വഴികാട്ടി. അപ്പോൾ കെയർ ആൻഡ് ഷെയറിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അത് ഓരോ ദിവസവും നടത്തുന്നുണ്ട്, അല്ലാതെ ഒരു ആചാരം പോലെയോ നേർച്ച പോലെയോ ഒന്നും അല്ല നടത്തുന്നത്. ഇത് എല്ലാ ദിവസവും ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിനൊരു വഴികാട്ടി തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നു. സിനിമാ താരത്തോടുള്ള ഒരു ആരാധന മൂത്ത് ഞാൻ പറയുന്നതല്ല. ഈ വ്യക്തിയുടെ നല്ല ഒരു പ്രവർത്തനങ്ങൾ എൻ്റെ കാഴ്ചയിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇയാൾക്ക് മമ്മൂട്ടി ആരാണെന്ന് അറിയാവോ? ആദ്യമേ മമ്മൂട്ടി ആരാണെന്ന് പഠിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ അറിവിൽ ഒരു പരിചയമുള്ള ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ എന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, ആ സിസ്റ്ററിന്റെ കോൺവെന്റിൽ പരിചയമുള്ള ഒരു കുടുംബം, കോൺവെന്റിന് സമീപമുള്ള ഒരു കുടുംബമാണ്, വളരെ നിർധനരായ ഒരു കുടുംബമാണ്. പള്ളിയുടെ ഒരു സഹായത്തിൽ ഒരു ചെറിയ ഭവനം നിർമ്മിച്ചു കൊടുത്തു. അതേ സമയത്ത് ഗൃഹനാഥന് ഹാർട്ടിനൊരു അസുഖം വന്നു. അങ്ങനെ അവർക്ക് ഭീമമായ ഒരു തുക ചെലവായി. അവരെ ഒന്ന് സഹായിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ മമ്മൂക്കായുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരട്ടിപ്പിഴി അച്ഛനെ ഞാൻ ബന്ധപ്പെട്ടു. അച്ഛൻ ഈ കാര്യം മമ്മൂട്ടിയായിട്ട് സംസാരിച്ചു. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള തുക അദ്ദേഹം കൈമാറി. ഇതൊന്നും അറിയാതെ ഇയാളിരുന്ന് ഈ ചാനലിരുന്ന് അതും ഇതും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മമ്മൂക്കായുടെ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ കോട്ടയം കുഞ്ഞത്തിലെ ഒരു ഡയലോഗ് ഇവിടെ പറയുകയാണ്: കോട്ടയം ഇവിടെ കിടക്കുന്നു, കൊങ്ങാണ്ടൂർ ഇവിടെ കിടക്കുന്നു. സമൂഹത്തിലെ ഇത്തരം തിന്മകൾ അല്ലെങ്കിൽ ഇത്തരം പഠിപ്പിക്കലുകൾ ഇവ ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ അന്തർയാമി എന്നും കൂടെ കാണും, ശരിയല്ലെങ്കിൽ അന്തർയാമി എന്നും അത് തുറന്നു പറയും. നമസ്കാരം.